السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد، فأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, അഭിവന്ദരായ പണ്ഡിതന്മാർ, സ്നേഹസമ്പന്നരായ ഈ മുബാറക്കായ സദസ്സിൽ, മജ്ലിസിൽ എത്തിച്ചേർന്നിട്ടുള്ള, സംഗമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർഹമുർറഹീമീനായ അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കി ഇതിനെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. മഹാന്മാരുടെ, മശായിഖന്മാരുടെ വിശിഷ്യ ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയ മഹാരഥന്മാരുടെ, സമസ്തക്ക് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്തുകൊണ്ട് മൺമറഞ്ഞു പോയ ലക്ഷക്കണക്കിന് സ്വാലിഹീങ്ങളുടെ ആത്മീയമായ മദദ്, സഹായം അർഹമുർറഹീമീനായ റബ്ബ് നമ്മിലേക്ക് വർഷിപ്പിച്ചു തരട്ടെ. നമ്മുടെ ഹറക്കാത്ത്, സക്കനാത്ത് അർഹമുർറഹീമീനായ റബ്ബ് അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഇങ്ങനെ സമസ്തക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഈ സദസ്സിൽ സംബന്ധിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് ഇസ്സത്തുള്ള ജീവിതവും ഇസ്സത്തുള്ള മരണവും മരണാനന്തര ജീവിതവും റഹ്മുർറഹീമീനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഇബ്ലീസിന്റെ, പിശാചിന്റെ കെണിയിൽ നിന്ന് എല്ലാ സമയവും സുരക്ഷിതത്വം ലഭിക്കുന്ന മഹ്ഫൂദീങ്ങളായ അടിമകളിൽ സാധുക്കളായ നമ്മയും എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ എതിരാളികളായ ബിദഅകളോട് ആദർശപരമായ യാതൊരു സഹകരണവുമില്ലാതെ, അഡ്ജസ്റ്റ്മെന്റുമില്ലാതെ ആദർശത്തിന്റെ വഴിയിൽ, നിലപാടുകളുടെ വഴിയിൽ ഉറച്ചു നിൽക്കുകയും പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നിരന്തരം സർവ്വതും സമർപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇമാമിങ്ങളുടേത്. ഓരോ കാലഘട്ടത്തിലും സിറാത്ത് മുസ്തഖീമിനെ, അഹ്ലുസുന്നത്തി വൽ ജമാഅയെ തകർക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി വിവിധ കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ വളരെ മാരകവും ഭീകര സ്വഭാവവും ഉള്ള ഒരു ബിദഈ കക്ഷിയായിരുന്നു ഖവാരിജ്.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുള്ള കാലത്ത് തന്നെ ഖവാരിജ് അവരുടെ തനി സ്വരൂപം പുറത്തെടുക്കുകയും പരിശുദ്ധരായ സ്വഹാബത്തിനെ കാഫിരീങ്ങൾ എന്ന് വരെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. നഊദു ബില്ലാഹ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പുറത്താണെന്ന് ഖവാരിജ് വാദിച്ചു. അർഹമുർ-റഹീമീനായ റബ്ബ് അത്തരം ഷർറുകളിൽ നിന്ന്, ബിദ്അകളുടെ പിടുത്തത്തിൽ നിന്ന്, വലകളിൽ നിന്ന്, ട്രാപ്പുകളിൽ നിന്ന് നമുക്ക് കാവൽ തരട്ടെ. ആമീൻ. ധാരാളം സ്വഹാബത്തിന് ഈ ഖവാരിജ്, ഈ ബിദ്അഈ കക്ഷി കാഫിറാക്കുകയുണ്ടായി. മാത്രമല്ല ധാരാളം ആളുകളെ നിഷ്കരുണം വധിക്കുകയുണ്ടായി. മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ പുത്രൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ നിഷ്കരുണം വധിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഗർഭിണിയായ പത്നിയെ വയറ് കുത്തിക്കീറി കൊന്നു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഖവാരിജ് എന്ന് പറയുന്ന ബിദ്അഈ കക്ഷി ഫാസിസ്റ്റുകൾ മാത്രമല്ല, ഗർഭിണികളുടെ വയറ് കുത്തിക്കീറി കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്നിട്ടുള്ളത്. ഖവാരിജ് എന്ന് പറയുന്ന ബിദ്അഈ കക്ഷിയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഗർഭിണിയുടെ വയറ് കുത്തിക്കീറി കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വഹാബത്തിനെ കൊന്ന ചരിത്രം, അവരെ ആക്രമിച്ച ചരിത്രം, അവരെ നിഷ്കരുണം പീഡിപ്പിച്ച ചരിത്രം ബിദ്അഈകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ എന്ന് പറയപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പുറത്താണെന്ന് വരെ വാദിച്ചു ഈ ബിദ്അഈ കക്ഷികൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ പാരമ്പര്യം അതാണ്, ബിദ്അത്തിന്റെ പാരമ്പര്യം അതാണ്. അതുകൊണ്ടാ ഇപ്പോഴും ആ ശൈലി അത്തരക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സധൈര്യം ആദർശത്തിന്റെ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് വേണ്ടി നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ നാക്കും നോക്കും ചലന നിശ്ചലനങ്ങളും ആദർശ സംരക്ഷണത്തിനായിരിക്കണം, ദീനി സംരക്ഷണത്തിനായിരിക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സംരക്ഷണത്തിനാകണം. പരിശുദ്ധ ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ. അതിക്രൂരനായ രാജാവിന്റെ മുന്നിൽ പോയി ആദർശം പ്രസംഗിച്ച, സധൈര്യം തങ്ങളെ കൊല്ലാൻ നിൽക്കുന്ന രാജാവിന്റെ മുന്നിൽ പോയി പരിശുദ്ധ ദീനിന്റെ ആദർശം സംസാരിച്ച അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വെട്ടിക്കൊല്ലാൻ നിൽക്കുന്ന രാജാവിന്റെ ദർബാറിൽ പോയിക്കൊണ്ട്, രാജകൊട്ടാരത്തിൽ പോയിക്കൊണ്ട് ആദർശം പ്രസംഗിച്ച അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. രാജാവിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ, രാജാവിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ തുണ്ട് തുണ്ടാക്കി പീസാക്കി വലിച്ചെറിയപ്പെടാൻ സാധ്യതയുള്ള രാജദർബാറിൽ പോയി, രാജകൊട്ടാരത്തിൽ പോയി ആദർശം പ്രസംഗിച്ച അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. ആൺകുട്ടികളാണവർ. അള്ളാഹുവിന്റെ ദീൻ പറയാൻ, അള്ളാഹുവിന്റെ ആദർശം പറയാൻ, പരിശുദ്ധ ദീൻ പറയാൻ ആരെയും പേടിയില്ലാത്ത യഥാവിധം ഈമാനുള്ള ആളുകൾ. പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നഹും ഫിത്യത്തുൻ, അവർ ചുണക്കുട്ടികളാണ്, അവര് ആൺകുട്ടികളാണ്, അവർ യഥാർത്ഥ യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം, യഥാവിധം അവർക്ക് ഈമാനുണ്ട്. വസിദ്നാഹും ഹുദാ, ആദർശബോധം നാം അവർക്ക് ഇഷ്ടം പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു നമുക്ക് ഹിദായത്തിൽ സിയാദത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
ആദർശബോധം ആ ചെറുപ്പക്കാർക്ക് നാം ഇഷ്ടം പോലെ നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ. ആ യുവാക്കൾക്ക് ഇഷ്ടം പോലെ ഹിദായത്ത് നാം വാരിക്കോരി കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ. വസിദ്നാഹും ഹുദാ. ഇത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്തല്ലേ സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ സംഭവമല്ലേ നാം കാണുന്നത്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. യഥാർത്ഥ ആദർശബോധമുള്ള ഈമാനുള്ള ആളുകളാണവർ, ചെറുപ്പക്കാരാണവർ, ആൺകുട്ടികളാണവർ. വസിദ്നാഹും ഹുദാ. അവർക്ക് നാം ആദർശബോധം വീണ്ടും 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 ഏറ്റി കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സിയാദത്ത് തരട്ടെ, ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. മാത്രമല്ല, രാജദർബാറിൽ പോയി ആദർശം പ്രസംഗിക്കുന്ന സമയത്ത് അവർക്ക് നാം നിലപാടിന്റെ അതികണിശമായ ഒരു ധൈര്യവും സ്ഥൈര്യവും റബ്ബ് ഹിദായത്ത് അവർക്ക് ധാരാളമായി നൽകിയെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വറബ്ബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. അല്ലാഹുവിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വെട്ടുമടാ, പീസാക്കി വിടുമടാ, കഷ്ണമാക്കി വലിച്ചെറിയുമടാ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മുന്നിലാണ് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളെന്ന് ആദർശം സധൈര്യം ഈ ആൺകുട്ടികൾ പ്രസംഗിച്ചത്. രാജാവിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി രാജദർബാറിൽ വെച്ച്, രാജകൊട്ടാരത്തിൽ വെച്ച്, രാജാവിന്റെ പട്ടാളക്കാർക്ക് മുന്നിൽ വെച്ച് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളെന്ന് പ്രസംഗിച്ച അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ. അവരാൺകുട്ടികളാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അവരാണ് യഥാർത്ഥ ആദർശത്തിന്റെ ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അവര് ഔലിയാക്കളാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഹിദായത്തിൽ സിയാദത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. സൂറത്തുൽ കഹ്ഫ്. എത്ര മനോഹരമായിട്ട് ആദർശബോധത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത്. എത്ര മനോഹരമായിട്ടാണ്, ചിന്തോദ്ദീപകമായിട്ടാണ് ആദർശത്തിന് കാവൽ നിന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എത്ര ചിന്തിക്കാനുണ്ട് മനുഷ്യന്. മിണ്ടിയാൽ വെട്ടും എന്ന് പറഞ്ഞ രാജാവാണ്. ആദർശം ഇവിടെ പറയരുത് എന്ന് പറഞ്ഞ രാജാവാണ്. ആദർശം പറഞ്ഞാൽ പീസ് പീസാക്കി വലിച്ചെറിയുമടാ എന്ന് പറഞ്ഞ രാജാവാണ്. ആ രാജാവിന്റെ മുന്നിലാണ് ആണത്തത്തോടെ ആദർശം വിശദീകരിച്ചത് അസ്ഹാബുൽ കഹ്ഫ്. ഖുർആൻ അത് പറയുകയാണ്. വറബത്നാ അലാ ഖുലൂബിഹിം. ഖുർആന്റെ ശൈലി നോക്കണം. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു. രാജാവിന്റെ മുന്നിൽ അവരിങ്ങനെ നിൽക്കുമ്പോ അവരുടെ ഹൃദയത്തിലേക്ക് നാം ഒരു പ്രത്യേകമായ സവിശേഷമായ ഒരു സിദ്ധിയും ശേഷിയും ഒരു സ്ഥൈര്യവും ധൈര്യവും നാം ഇട്ടുകൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയാണ്, അവർക്ക് ആൺകുട്ടികളായി സ്ഥൈര്യത്തോടെ നിൽക്കാനുള്ള അസാധാരണമായ ശേഷി നാം അവർക്ക് നൽകിയെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ്. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ. അല്ലാഹുവിന്റെ സവിശേഷമായ സഹായം അങ്ങ് ലഭിച്ചപ്പോ അവര് പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. യദാ നീ എന്ത് ചെയ്താലും വിഷയമല്ല, നീ എന്നെ വെട്ടിയാലും വിഷയമല്ല, ഞങ്ങളെ പീസാക്കിയാലും വിഷയമല്ല, ഇത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഫഖാലൂ, രാജാവിന്റെ മുഖത്തേക്ക് നോക്കി അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഇതാണ് ആദർശബോധം. ഇതാണ് ആദർശബോധം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു യാത്ര ചെയ്യുകയാണ്. കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ 1000 ദീനാറുണ്ട് കയ്യിൽ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു യാത്രികൻ
വന്നിരുന്നു കൊണ്ട് വളരെ കമ്പനിയായി സംസാരിക്കാൻ തുടങ്ങി. കപ്പലിൽ കുറെ യാത്രക്കാരുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനാണ്. അല്ലാഹുവിന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മഹാരഥന്മാരാണ് സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണ്ഡിതന്മാരാണ് സ്വഹീഹുൽ ബുഖാരി ഓതി പഠിച്ചത്. ആ സഹീഹുൽ ബുഖാരിയുടെ ബുഖാരിയാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അവരാണ് ഈ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ വന്നുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിരുന്നു കൊണ്ട് കമ്പനിയാകാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അയാളെ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അയാളോട് അങ്ങോട്ടും പറയാൻ തുടങ്ങി. അയാൾ മഹാ ഉടായിപ്പായിരുന്നു, അയാൾ മഹാ തട്ടിപ്പായിരുന്നു, അയാൾ മഹാ ഫ്രോഡായിരുന്നു. പക്ഷെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അയാളെ വിശ്വസിച്ചുകൊണ്ട് അയാളുടെ സംസാരവും അയാളുടെ പ്രകടനവും മറ്റും കണ്ടപ്പോൾ അയാളെ വിശ്വസിച്ചുകൊണ്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ എത്ര കാശുണ്ടെന്ന്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സംശയിക്കാതെ ഒറ്റടിക്ക് പറഞ്ഞു, എന്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ടെന്ന്. അപ്പൊ ഇയാളൊരു കള്ളനാണ്, ഇയാളൊരു മഹാ തട്ടിപ്പുകാരനാണ്. ഇയാൾ ആ പോയിന്റ് അവിടെ നോട്ട് ചെയ്തു വെച്ചു. പിറ്റേന്ന് കപ്പലിങ്ങനെ യാത്ര തുടരുകയാണല്ലോ യാത്രികർ. പിറ്റേന്ന് ഇയാൾ പെട്ടെന്നങ്ങ് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി കപ്പലിൽ. എന്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ടായിരുന്നു, അത് കാണാനില്ല. എങ്ങനെയുണ്ട് തട്ടിപ്പ്? എങ്ങനെയുണ്ട് ഉടായിപ്പ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കള്ളൻ അങ്ങ് കപ്പലിൽ വിളിച്ചു പറയുകയാണ്, എന്റെ കയ്യിൽ നിന്ന് 1000 ദീനാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരോ ഈ കപ്പലിൽ എന്റെ 1000 ദീനാർ കട്ട കള്ളനുണ്ട്, ആരോ കട്ടിട്ടുണ്ട്. ഇതങ്ങട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഇത് പറഞ്ഞുകൊണ്ട് ഈ കള്ളൻ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് അപ്പൊ കാര്യം മനസ്സിലായി. എന്റെ കയ്യിലുള്ള 1000 ദീനാർ തട്ടാനുള്ള തട്ടിപ്പാണ് ഇയാൾ പുറത്തെടുത്തിട്ടുള്ളത്. ഇയാൾ മഹാ തട്ടിപ്പ് വീരനും കള്ളനുമാണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അപ്പൊ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ ആൾക്കാരങ്ങോട്ട് തെരലൊടുങ്ങുമല്ലോ. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ബാഗിൽ നിന്ന്, സഞ്ചിയിൽ നിന്ന് 1000 ദീനാർ കാണുമ്പോ ഇയാളുടേത് കട്ടതാണെന്ന് തെറ്റിദ്ധരിക്കുമല്ലോ. അപ്പൊ പിന്നെ അയാൾക്ക് ആ കാശ് കിട്ടുമല്ലോ. അതായിരുന്നു അയാളുടെ പ്ലാൻ. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആളുകൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി തെരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും ബാഗ് തരിക. ഈ തെരച്ചിലിനിടയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന മഹാനവർകൾ കൊണ്ടുവന്ന ആ 1000 ദീനാർ കടലിലേക്ക് വലിച്ചെറിയുകയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, 1000 ദീനാർ കടലിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് ഒന്നും അറിയാതെ അങ്ങനെ ഇരുന്നു. കപ്പലിലുള്ള എല്ലാവരുടെയും ബാഗ് പരിശോധിക്കുകയാണ്. ആരുടെയും ബാഗിൽ 1000 ദീനാർ ഇല്ല. അപ്പൊ പിന്നെ ഈ കള്ളന്റെ നേർക്കാളുകൾ തിരിയാൻ തുടങ്ങി. നീ കളവ് പറഞ്ഞതാണ്, നീ വെറുതെ തട്ടിപ്പ് പറഞ്ഞതാണ്. ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ശണ്ടയായി. അവസാനം കപ്പൽ നിർത്തിയപ്പോ, യാത്ര അവസാനിച്ചപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കള്ളം വന്നുകൊണ്ട് സ്വകാര്യമായി ചോദിച്ചു, അല്ല, നിങ്ങളെ കയ്യിലുള്ള 1000 ദീനാർ എന്തായി? യാത്ര അവസാനിച്ചപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഈ കള്ളൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള 1000 ദീനാർ എന്തായി? മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ആ സമയത്ത് മറുപടി പറഞ്ഞു, ഏട്ടാ, ഞാൻ ലോകത്ത് അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്. എന്റെ വിശ്വസ്തത ലോകത്ത് ഒരാളും ചോദ്യം ചെയ്യില്ല. ഞാൻ സത്യസന്ധനാണെന്ന വിഷയത്തിൽ ലോകർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്റെ വിശ്വസ്തത അറിയപ്പെട്ടതാണ്. ആ വിശ്വസ്തത തകർക്കാനുള്ള നിന്റെ ശ്രമം, ആ ശ്രമത്തിൽ ഞാൻ വീണു പോകില്ലടാ. ഞാൻ നിന്റെ തട്ടിപ്പ് മനസ്സിലാക്കിയപ്പോ ആ 1000 ദീനാർ എന്ന് പറയുന്ന ദുന്യാവുണ്ടല്ലോ, ആ ദുന്യാവ് കടലിലേക്ക് വലിച്ചെറിഞ്ഞടാ.
എന്റെ വിശ്വസ്തത സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ചുമന്നു കൊണ്ടുപോകുന്ന, ഞാൻ വഹിച്ചു കൊണ്ടുപോകുന്ന എന്റെ ഉത്തരവാദിത്തമായിട്ടുള്ള ഹദീത്ത് സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ മർമ്മമായിട്ടുള്ള വിശ്വസ്തത എന്ന് പറയുന്ന സംഗതി, ആ സംഗതിയെ സംരക്ഷിക്കാൻ എന്റെ ദുന്യാവാകുന്ന 1000 ദീനാർ ഞാൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞടാ. ഇതാണ് ആദർശ സംരക്ഷണം. ദുന്യാവും ആദർശവും ഏറ്റുമുട്ടുന്ന സമയത്ത് ദുന്യാവിന് അങ്ങോട്ട് വലിച്ചെറിയാനുള്ള ആ മനസ്ഥൈര്യമുണ്ടല്ലോ, ദുന്യാവിന്റെ ലാഭങ്ങളെ വലിച്ചെറിയാനുള്ള ആ മനക്കരുത്തുണ്ടല്ലോ. എന്ത് വന്നാലും വേണ്ടില്ല, എന്റെ അഖീദ ഞാൻ നശിപ്പിക്കില്ല. ലക്ഷക്കണക്കിന് അയിമ്മത്ത് പഠിപ്പിച്ചു തന്ന വഴി വലിച്ചെറിയാൻ തയ്യാറല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പഠിപ്പിച്ച വഴി വലിച്ചെറിയാൻ തയ്യാറല്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച വഴി വലിച്ചെറിയാൻ തയ്യാറല്ല. ശംസുൽ ഉലമാ നവ്വറല്ലാഹു മറാഖിദഹും, അല്ലാഹു അവരൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, രാപ്പകൽ ഭേദമന്യേ കഠിനാധ്വാനം ചെയ്ത് ഈ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശം എന്ത് നട്ടം വന്നാലും അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ആദർശം ഉള്ളവരിൽ ഉണ്ടാകേണ്ടത്. ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്ന ആദർശബോധവും അതാണ്. അതുകൊണ്ടാണ് ബിദ്അത്തുമായിട്ട് യാതൊരു ആദർശ കോംപ്രമൈസും സാധ്യമല്ല എന്ന് നമ്മൾ തുറന്നു പറയുന്നത്. അതുകൊണ്ടല്ലേ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖവാരിജിനെ കുറിച്ച് പറഞ്ഞതെന്താ? കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ യറാഹും ശിറാറ ഖൽഖില്ലാഹ്. ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗം അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരായ വിഭാഗമാണെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അഭിപ്രായപ്പെട്ടുവെന്ന്, നിലപാട് സ്വീകരിച്ചുവെന്ന് ആരാ രേഖപ്പെടുത്തുന്നത്? ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. എവിടെ? സഹീഹുൽ ബുഖാരിയിൽ. അപ്പോ ബിദ്അത്തിന്റെ കക്ഷികളായ ഖവാരിജ് അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ് എന്ന് ആരാ പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇതാരാ ഉദ്ധരിക്കുന്നത്? മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. എവിടെയാ ഉദ്ധരിക്കുന്നത്? സഹീഹുൽ ബുഖാരി. നീ എന്താ സംശയം? എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമല്ലേ അത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൊതു മഖ്ബറയിൽ മറവ് ചെയ്യലാണ് ഉത്തമം. വദ്ദഫനു ഫിൽ മഖ്ബറത്തി അഫ്ളലു. ഇതാണ് കിതാബിന്റെ ഇബാറത്ത്. പൊതു മഖ്ബറയിൽ മറവ് ചെയ്യലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പക്ഷെ അതിന്റെ വിശദീകരണത്തിൽ കാണാം, മുബ്തദി ഉള്ള പള്ളിക്കാടാണെങ്കിൽ, മുബ്തദി ഉള്ള മഖ്ബറയാണെങ്കിൽ മറ്റു സ്ഥലമാണ് നല്ലത് എന്ന് ഇമാമുൽ ഖല്ലൂബി റളിയല്ലാഹു അൻഹു. മറമാടപ്പെടുന്ന സ്ഥലത്ത് ഒരു ബിദഅയുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. മരിച്ചാൽ പോലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്. ആരത് രേഖപ്പെടുത്തുന്നത്? ഇമാമുൽ ഖല്ലൂബി റളിയല്ലാഹു അൻഹു. ആരാ ഖല്ലൂബി? മഹല്ലിന്റെ ഹാശിയ എഴുതിയ, മഹല്ലിക്ക് വിശദ വ്യാഖ്യാനം എഴുതിയ മഹാൻ. ഏതാ മഹല്ലി? മഹല്ലി എന്ന് പറയുന്ന ഫിഖഹിന്റെ കിതാബ് ഓതിക്കൊടുക്കാത്ത ഏത് പണ്ഡിതനാ ഉള്ളത്? ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ ഓതിക്കൊടുത്ത, എല്ലാ പള്ളി ദർസുകളിലും കോളേജുകളിലും ഓതിക്കൊടുക്കുന്ന കിതാബ് മഹല്ലി. അതിന്റെ വിശദ വ്യാഖ്യാന ഗ്രന്ഥം ഹാശിയത്തുൽ ഖല്ലൂബി. ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹുവിന്റെ വിശദ വ്യാഖ്യാന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലാ പറയുന്നത് മുബ്തദി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഗൗരവമാണ് വിഷയം, അങ്ങേറ്റം ഗൗരവമുള്ള വിഷയമാണ്. ഇനി ഞാൻ മറ്റൊരു സംഭവം പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് കപട വിശ്വാസികൾ, മുനാഫിഖീങ്ങൾ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ഈമാൻ അള്ളാഹു സംരക്ഷിക്കട്ടെ, നിഫാഖിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ, ആമീൻ. കപട വിശ്വാസികൾ, മുനാഫിഖീങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഭവം ഖുർആനിലുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ ഈ പള്ളി? ഖുബാ പള്ളിക്ക് സമീപം. ഖുബാ പള്ളിക്ക് സമീപം മുനാഫിഖീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി. അപ്പൊ ഖുബാ പള്ളിക്ക് സമീപം ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാമൂഹികമായ ചോദ്യങ്ങൾ ഉയരുമല്ലോ. എന്തിനാ ഇപ്പൊ വേറെ പള്ളി എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അതിന് ഇവർ തന്നെ മറുപടി കണ്ടെത്തി. അത് വെയ്യാത്ത ആളുകൾക്കും സോക്കടുള്ള ആളുകൾക്കും പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്നാണ് കയറി നിസ്കരിക്കാൻ സൗകര്യത്തിന് ഒരു പള്ളിയും കൂടി നല്ലതാണ്. സത്യത്തിൽ അവരുടെ ലക്ഷ്യം സമൂഹത്തിൽ കുത്തിത്തിരിപ്പായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കലായിരുന്നു ലക്ഷ്യം. അത് പരിശുദ്ധ ഖുർആൻ തന്നെ കറക്റ്റ് പറയുന്നുണ്ട്. വല്ലദീന തഖദൂ മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയ, ഉഡായിപ്പിന്റെ പള്ളി ഉണ്ടാക്കിയ, തട്ടിപ്പിന്റെ പള്ളി ഉണ്ടാക്കിയ മുനാഫിഖീങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ മുനാഫിഖീങ്ങൾ ആ പള്ളിക്കൊരു ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു. കാരണം ആ പള്ളിക്കൊരു ആധികാരികത കിട്ടണമല്ലോ. മറ്റേത് ഓലൊരു പള്ളി ഉണ്ടാക്കിയാൽ അത് നവറാക്കി അങ്ങോട്ട് തട്ടൂലേ. അപ്പൊ നബിന്റെ അടുത്ത് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് തന്ത്രപരമായി സംസാരിച്ചു. നിങ്ങളൊന്ന് വന്നിട്ട് ഒന്ന് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു തരണം. നിങ്ങൾ ആ പള്ളിയിലൊന്ന് വന്നിട്ട് നിസ്കരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തു തരണം. ആരോടാ പറയുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ യുദ്ധത്തിന് പോവല്ലേ, അത് കഴിഞ്ഞു വരട്ടെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഇവര് വീണ്ടും സമീപിച്ചു. നിങ്ങൾ ഒന്ന് വന്നൊന്ന് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു തരണം ഈ തട്ടിപ്പിന്റെ പള്ളിക്ക്, ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന പള്ളിക്ക്, സമൂഹത്തിൽ നാശം വിതക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സെന്ററിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തരണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ് മുനാഫിഖീങ്ങൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മൾ ഓതുമ്പോഴും പറയുമ്പോഴൊക്കെ അപ്പ റബ്ബിനോട് കാവൽ വയ്ക്കണം. മുനാഫിഖ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പടച്ചവനെ കാവൽ തരണം റബ്ബേ. ഈമാൻ പിഴച്ചവരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പടച്ചവനെ കാവൽ തരണം അല്ലാഹ്. വിധേയികളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പടച്ചവനെ കാവൽ തരണം അല്ലാഹ്. കാരണം ഹിദായത്ത് എന്ന് പറയുന്ന റബ്ബിന്റെ ഏറ്റവും വലിയ നിയമത്ത. അതങ്ങോട്ട് ഊരിയാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും തിരിയില്ല, പിന്നെ പറഞ്ഞങ്ങോട്ട് കേരൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അടുക്കൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇവർ പറയാണ്, നിങ്ങൾ അവിടെ ഒന്ന് കയറി നിസ്കരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തു തരണം. ഉടനെ അല്ലാഹു ഇടപെട്ടു. ലാ തഖും ഫീഹി അബദാ, ലാ തഖും ഫീഹി അബദാ. നിങ്ങൾ ആ പള്ളിയിൽ പോയി ഉദ്ഘാടനം ചെയ്യരുത്. പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആ പള്ളിയിൽ പോയി ഉദ്ഘാടനം നടത്തരുത്, നിങ്ങൾ ആ പള്ളിയിൽ പോയി നിസ്കരിക്കരുത്. അവര് ഉഡായിപ്പാണ്, അവര് തട്ടിപ്പാണ്, അവര് തഫ്രീഖിന്റെ ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل ولا يحلفن إن أردنا إلا الحسنى. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ സെന്റർ ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സെന്റർ ഉണ്ടാക്കിയത്. പക്ഷേ മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പാണ് അവരുടെ ലക്ഷ്യം. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. അവര് പറയുന്നത് ഒന്നാണെങ്കിലും മനസ്സിലുള്ളത് മറ്റൊന്നാണ്. മഹാ ഉഡായിപ്പാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ലാ തഖും ഫിഹി അബദാ, ആ പള്ളി നിങ്ങൾ തുറന്നു കൊടുക്കരുത് റസൂലേ, നിങ്ങൾ ആ പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടുക്കരുത്. പള്ളി എന്ന പേര്, അതുകൊണ്ട് കാര്യം ഇല്ല, അതിന്റെ ലക്ഷ്യം പോക്കാണ് പരിശുദ്ധ ഖുർആൻ. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. തൊട്ടപ്പുറത്ത അതാ മുഅ്മിനീങ്ങളുടെ പള്ളി, മസ്ജിദ് ഖുബാ പള്ളി. ആ പള്ളിയിലാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഉള്ളതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ആലോചിച്ചു നോക്കൂ. അപ്പോ ആദർശത്തിൽ തട്ടിപ്പുള്ള ആളുകളുമായിട്ട് നിഫാഖിന്റെ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, കുഫറിന്റെ ആളുകൾ, ദലാലത്തിന്റെ ആളുകൾ, അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യരുത്, ആദർശപരമായ അഡ്ജസ്റ്റ് ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ ദീൻ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണത്. വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതിയാണത്. അതുകൊണ്ടാണ് മഹാരഥന്മാർ ആ വിഷയത്തിൽ ഗൗരവത്തോടെ ആളുകളെ നിരന്തരം ഉത്ബോധനം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിങ്ങനൊരു പരിപാടി ഇപ്പൊ നടക്കുന്നത് മാത്രമല്ലല്ലോ, 100ഓളം വർഷമായി എത്ര പരിപാടികളാ സമസ്ത സംഘടിപ്പിച്ചത്, 100ഓളം വർഷമായി എത്ര ആദർശ വിശദീകരണങ്ങളാ സമസ്ത സംഘടിപ്പിച്ചത്, എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വേദികളിലാ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1926 പറഞ്ഞ ആദർശ വിശദീകരണം തന്നെയാണ് 2024 പറഞ്ഞു, 25 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാ 23 പറഞ്ഞത്, അത് തന്നെയാ 22 പറഞ്ഞത്. യാതൊരു മാറ്റവുമില്ലാതെ, വള്ളി പുള്ളി മാറ്റാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കറക്റ്റ് ആശയം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കൈമാറി വന്ന വെളിച്ചം, ആ വെളിച്ചം ഊതിക്കെടുത്താൻ ആരെയും സമ്മതിക്കാതെ കാവൽ നിന്നുകൊണ്ട് ആദർശത്തിന് സുരക്ഷയൊരുക്കിയ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് കീഴിൽ എത്രയെത്ര പരിപാടികളാ സംഘടിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട സംഗതിയാണ് ആദർശം. ഹിദായത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ നിഅമത്ത്, അതിന് ഭംഗം വരരുത്, അതിന് കോട്ടം വരരുത്, അതിന് ക്ഷീണം വരരുത്. വസിദ്നാഹും ഹുദാ. ആദർശം രാജാവിന്റെ മുന്നിൽ സധൈര്യം വിളിച്ചു പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾ ഓർക്കണം. വസിദ്നാഹും ഹുദാ. അവർക്ക് നാം ആദർശബോധം ഏറ്റി കൊടുത്തു എന്ന ഖുർആൻ പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം, റബ്ബേ കാവൽ തരണം അല്ലാഹ്. ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് റബ്ബേ കാവല് തരണം. ഹിദായത്ത് മങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് റബ്ബേ കാവല് തരണം. പല അപശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, അപസ്വരങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പഠിച്ചവനെ, ആ മുൻഗാമികൾ, സച്ചരിതരായ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന വഴി, ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ റബ്ബേ ഈ സാധുവിനെ ഉറപ്പിച്ചു നിർത്തണം അല്ലാഹ് എന്ന് നമ്മൾ നിരന്തരം ദുആ ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും അഭിവന്ദരായ തങ്ങളവർകൾ അടക്കമുള്ളവർ ഇവിടെ സംസാരിക്കാനുണ്ട്. അപ്പോ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സിറാത്ത് മുസ്തഖീമിന് വേണ്ടി, ആദർശ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരട്ടെ. സമാധാനവും സന്തോഷവും അല്ലാഹു നിലനിർത്തി തരട്ടെ. ഐക്യം അല്ലാഹു നിലനിർത്തി തരട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. യാതൊരു പ്രശ്നവുമില്ലാതെ, ശണ്ഠയില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ
അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവാക്കുകൾ ഉപയോഗിക്കാതെ അന്യമായി അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുകയും പറയുകയും ഉൾക്കൊള്ളുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മുടെ സമൂഹത്തിൽ സമാധാനം നിലനിർത്തി തരട്ടെ. നമ്മുടെ സമൂഹത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ അതിജയിച്ച് ഈമാനികമായ കരുത്തോടുകൂടി സുന്നത്ത് ജമാഅത്ത് പറയാനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മുർ-റഹീമീനായ റബ്ബ് നമ്മൾ ഈ സംഗമിച്ചത് കേട്ടത് പറഞ്ഞതെല്ലാം കബൂൽ ചെയ്യട്ടെ. എൻ്റെ വന്ദരായ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി